നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ പ്രകോപനം വീണ്ടും തുടരുകയാണ്. തുടർച്ചയായി 8-ാം ദിവസവും പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. നമ്മളിപ്പോൾ നിൽക്കുന്ന ബാരാമുള്ള ഉൾപ്പെടെ 5 ഇടങ്ങളിലാണ് ഇന്നലെ രാത്രിയും ഇന്നുമായി പാകിസ്ഥാൻ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. ബാരാമുള്ളയ്ക്ക് പുറമെ നൌഷേര, പൂഞ്ച്, അഗ്നൂർ സെക്ടറിലെ ചില പോസ്റ്റുകൾ എന്നിവിടങ്ങളിലാണ് ഈ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തത്. പക്ഷേ ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ സൈനികർ ഈ മേഖലകളിലെല്ലാം തന്നെ പാകിസ്ഥാന് നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ സൈനികരുടെ വെടിവെപ്പിൽ പാക് പോസ്റ്റുകൾക്ക് കാര്യമായ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനിടയിലാണ് പാകിസ്ഥാനെതിരായ സാമ്പത്തിക നീക്കം ശക്തമാക്കുവാൻ വേണ്ടി ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ നയതന്ത്ര തലത്തിൽ എടുത്തിരുന്ന നീക്കങ്ങൾക്ക് പുറമെ സാമ്പത്തിക മേഖലയിൽ ചില ഉപരോധങ്ങൾ പാകിസ്ഥാന് മേൽ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ IMF-നോട് പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകുന്നത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുവാൻ വേണ്ടി ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ്. കാരണം കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുണ്ടായിരുന്ന പാകിസ്ഥാനെ സഹായിച്ചിരുന്ന IMF-ആണ്. പക്ഷേ അവരിൽ നിന്ന് ലഭിക്കുന്ന തുക ഈ പാകിസ്ഥാൻ ഈ ഭീകര സംഘടനകൾക്ക് ഫണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന കാര്യം IMF-നെ ബോധ്യപ്പെടുത്തുവാനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ രാജ്യാന്തര സമിതിയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനോട് ഈ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിലാക്കണമെന്ന് ആവശ്യപ്പെടുവാനും ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഈ തീവ്രവാദ ഫണ്ടിങ്ങിലൊക്കെ നടത്തുന്നവരെയാണ് ഇങ്ങനെ ഗ്രേ ലിസ്റ്റിൽ കൊണ്ടുവരുന്നത്. നേരത്തെ മുമ്പ് പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിലായിരുന്നു, പിന്നീട് അത് മാറ്റുകയാണ് ചെയ്തിരുന്നത്. വീണ്ടും ഗ്രേ ലിസ്റ്റിലേക്ക് വരികയാണെങ്കിൽ പാകിസ്ഥാൻ ഈ അന്താരാഷ്ട്ര സാമ്പത്തിക സഹായവും മറ്റും ലഭിക്കുന്നത് കുറയുവാനാണ് സാധ്യത. ബാരാമുള്ളയിൽ നിന്നും ക്യാമറാമാൻ ജഗദീഷ് പിഷ്ടിനൊപ്പം B. ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.